അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് എന്തായാലും പോകാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജലി ചെല്ലുന്നു കാർത്തിക്കിന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാണ്. തന്റെ അച്ഛന്റെ കഴുത്തില് നോട്ടുമാല ഇട്ട് അപമാനിച്ച് കാർത്തിക്കിനെ വെറുതെ വിടാനായിട്ട് അഞ്ജലിക്ക് പറ്റത്തില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള സീൻ എന്ന് പറയുന്നത്. അപ്പൊ വേണ്ട രീതിയിലൊക്കെ കൈകാര്യം ചെയ്യുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡില് വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. അതായത് അഞ്ജലിയുടെ അനുപമയുടെ അച്ഛന് ടെക്സ്റ്റൈൽ ഇങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യണം. അങ്ങനെ പലർക്കും അറിയില്ലാന്ന കാര്യമൊക്കെ അറിയാലോ. അപ്പൊ അനുപമ അവിടെ ചെല്ലുകയും അവിടെ കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ അവിടെ വെച്ച് സെക്യൂരിറ്റി ആയിട്ട് തന്റെ അച്ഛനെ കാണുമ്പോൾ അനുപമ എന്താ പറയുക, ഭൂമിയിൽ നിന്ന് അങ്ങ് ഇല്ലാതായതുപോലെ ഒരു സീനാണ് ശരിക്കും അവിടെ നടക്കുന്നത്. അങ്ങ് അപമാന ഭാരത്താൽ എന്താ അനുപമയ്ക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് സ്വന്തം അച്ഛന്റെ, അതും ഒരു കൂട്ടുകാരി വന്നിട്ട് ഒരു 20 രൂപ പുള്ളിക്കാരന്റെ നേരെ നീട്ടുക, അത് മേടിച്ച് അച്ഛൻ നിൽക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഹൃദയം നുറുങ്ങി പോകുന്ന സീനാണ്. എന്തൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും സ്വന്തം അച്ഛൻ ആ ഒരു അവസ്ഥയെ കാണുമ്പോൾ ഒരു മകൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിഭീകരമായിരിക്കും. എന്തൊക്കെ നേടിയെടുത്തിട്ടും അനുപമയ്ക്ക് കാര്യമില്ല എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ശരിക്കും ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഞാൻ അങ്ങനെ ഒരു സീൻ ഇന്നുണ്ടായിരുന്നത് കണ്ടപ്പോൾ നമുക്കും ശരിക്കും പറഞ്ഞാൽ വളരെയധികം വിഷമം തോന്നി എന്നുള്ളതാണ്. എന്താണെങ്കിലും നല്ലൊരു എപ്പിസോഡായിരുന്നു. അപ്പോൾ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊമോ വന്നിട്ടുണ്ട്. അപ്പൊ പ്രൊമോയില് കുറച്ച് സങ്കടപ്പെടുന്ന കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ രാജീവൻ എന്ന പേരിൽ നമുക്കറിയാലോ അർജുൻ ഉണ്ടെന്ന്. അർജുൻ മുമ്പ് ഒരിക്കലും പ്രപ്പോസ് നമ്മുടെ അഞ്ജലി ചെയ്തിട്ടും അഞ്ജലി വഴങ്ങിയില്ല. അപ്പൊ വീണ്ടും പ്രപ്പോസ് ചെയ്യാനായിട്ട് അർജുൻ എത്തുകയാണെന്ന് നമുക്ക് പ്രൊമോയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അർജുനോട് വീണ്ടും റിജക്ട് ചെയ്യുന്ന സീനാണ്. ശരിക്കും അർജുനോട് എന്താ പറയുക, രാജീവ നടക്കത്തില്ല, തനിക്ക് വേണ്ടി ഏതോ പണക്കാരിയായ സുന്ദരിയായ ഒരു പെൺകുട്ടി കാത്തിരിക്കുന്നത്, അതൊരിക്കലും അഞ്ജലി അല്ല എന്ന് അഞ്ജലി പറയുകയാണ്. അപ്പോൾ അർജുനൊന്ന് വിഷമിക്കുന്ന ഒരു സീൻ നമ്മൾ എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിൽ കാണേണ്ടി വരും. അത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള നാളത്തെ പ്രൊമോയുടെ സീൻ എന്ന് പറയുന്നത്. അതിനൊപ്പം കുറച്ച് മറ്റു കാര്യങ്ങളൂടെ ഉണ്ട്. രാമനുണ്ണി വക്കീല് അനുപമയോട് പറയുകയാണ് അഞ്ജലി ഇനി കേസിലേക്ക് വീണ്ടും വരാതെ ഇരിക്കുവാനായിട്ട് ശരിക്കും പറഞ്ഞാൽ അനുപമ വിചാരിച്ചാലാണ് നടക്കത്തുള്ളൂ. അത് അങ്ങനെ ഒരു സഹായമാണ് ഞാൻ അനുപമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് പുള്ളി അനുപമയോട് പറയുന്നുണ്ട്. അപ്പൊ അനുപമ ശ്രദ്ധിച്ചോണം, വേണ്ട രീതിയിൽ അഞ്ജലി കൈകാര്യം ചെയ്യണം, ഇനി ഒരിക്കലും അഞ്ജലി ആ കേസിലേക്ക് തിരിച്ചു വരരുത് എന്ന് പുള്ളി പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ നാളത്തെ വേറൊരു ഹൈലൈറ്റഡ് സീൻ എന്ന് പറയുന്നത് അമ്മയോട് അഞ്ജലി പറയുകയാണ്, അമ്മ ഇനി മറ്റൊരു എന്താ പറയുക സൂയിസൈഡ് ചെയ്യുക അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട, ഇനി എന്തായാലും ഞാൻ കേസ് വാദിക്കാനായിട്ട് പത്മയുടെ കേസ് വാദിക്കാനായിട്ട് ഞാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഒരു സീൻ നമ്മൾ നാളത്തെ പ്രൊമോയിൽ കണ്ടിട്ടുണ്ട്. എന്താണെങ്കിലും ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സീൻ എന്ന് പറയുന്നത് കുറച്ച് സങ്കടമുള്ള സീനാണെങ്കിൽ പോലും അർജുനെ വീണ്ടും പ്രൊജക്റ്റ് അഞ്ജലി ചെയ്യാൻ പോവുകയാണ്. ആ സീൻ തന്നെയാണ്. എന്താണെങ്കിലും കൂടുതൽ വിശേഷങ്ങളായിട്ട് നാളത്തെ എപ്പിസോഡ് വരും. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനെ കാത്തിരിക്കുക. ടേക്ക് കെയർ, ബൈ.